ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിന് കോഴിക്കോട്ടേക്ക് പോകണം, അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ നിശ്ചയമാണ്. അപ്പോൾ അതിന് പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ഒക്ടോബർ ലാസ്റ്റ് വീക്കിലെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യണത്. ആദ്യമൊക്കെ നമ്മൾ ചൂടപ്പം പോലത്തെ വീഡിയോസ് ആയിരുന്നില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചൊന്ന് പഴകും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈഫ് അപ്ഡേറ്റ് ചെയ്തിനല്ലോ, നമുക്ക് ജോലിയൊക്കെ കിട്ടി. അപ്പം ഹൗസ് വൈഫ് എന്നുള്ള നിലയിൽ വർക്കിംഗ് വുമൺ എന്നുള്ള പ്രൊമോഷൻ കിട്ടിയിരിക്കണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്കിലാവാനുള്ള കുറച്ച് സമയം വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലിയാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാം. ആ ഒരു ട്രാക്കിൽ കയറി കിട്ടാൻ കുറച്ച് പാടാണല്ലോ. പെട്ടെന്ന് നമ്മൾ ആ ഒരു വർക്കിംഗ് വുമൺ എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് കുഴഞ്ഞ പരുവത്തിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടൊന്ന് ട്രാക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റായിരിക്കും, ഓക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും യൂട്യൂബ് ഞാൻ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ യൂട്യൂബിനെ മാറ്റി നിർത്തി ഒന്നുമില്ല. യൂട്യൂബിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നാണ് പ്ലാനിങ്. അപ്പോൾ എന്തായാലും ഇത് അങ്ങോട്ടുള്ള പോക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ എൻഗേജ്മെൻറ്റ് വരുന്നത് പാലക്കാട് വെച്ചിട്ടാണ് കേട്ടോ. ഞായറാഴ്ചയാണ് വരുന്നത്. കറക്റ്റ് ഡേറ്റ് ഞായറെന്ന് പറയുമ്പോൾ 27 28 ആണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച നന്ദൂട്ടനും ശിഖമോളും സ്കൂളിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നിട്ട് അങ്ങനെ പോരുകയാണ് കേട്ടോ ചെയ്തത്. കോഴിക്കോടേക്ക് പോരുകയാണ് ചെയ്തത്. കുറേ ആയി വീട്ടിലൊക്കെ വന്ന് നിന്നിട്ട്. അപ്പം പിന്നെ എന്നാലും വെള്ളിയാഴ്ച തന്നെ അങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. ശനിയാഴ്ച വീട്ടിലൊക്കെ നിന്ന് ഞായറാഴ്ച ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വടകരയിലേക്ക് പോരാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ പോണ പോക്കിൽ ഇതാ ഒരു ഹോട്ടലിൽ കയറിയതാണ്. എനിക്ക് പിന്നെ രാവിലെ ആണെങ്കിലും വേണ്ടിയില്ല, ഉച്ചക്കാണെങ്കിലും വേണ്ടിയില്ല, വൈകുന്നേരം ആണെങ്കിലും വേണ്ടിയില്ല, ചായ അടിക്കണ സമയം കേട്ടോ. അപ്പോൾ ആ സമയത്തും ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ മരിക്കും. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി അമ്മക്ക് ഇന്ന് ഞങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലേന് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമാണ്. അങ്ങനെ ഇത് അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മയും ശിഖമോളും കൂടിയൊക്കെ അങ്ങോട്ട് പോയിക്കിടും. അച്ഛൻ അടുത്ത വീട്ടിലേക്ക് പോയത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോയതാണ്. അച്ഛനും നമുക്ക് എന്തായാലും സർപ്രൈസായി സംഗതി. അങ്ങനെ അവിടെ എത്തി മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ മണ്ണിര ഉണ്ടാവുമല്ലോ, മണ്ണിര ഉണ്ടായതുകൊണ്ട് ഇത് ഇങ്ങനെ മുറ്റം നിറച്ചും ഇങ്ങനത്തെ ഒരു ഇങ്ങനെ മണ്ണിരിങ്ങനെ മറിച്ചിടുമല്ലോ മണ്ണ്, അതേപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പോലെയല്ലേ. അപ്പോൾ ഞാൻ അത് വേഗം ഒന്ന് ചൂല് വെച്ച് അതൊക്കെ അങ്ങോട്ട് അടിച്ചു വാരി മേലെഴുകലൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം പിന്നെ വർത്താനം പറയാൻ ഇഷ്ടം പോലെ ഉണ്ടാവില്ല നമുക്ക്. അച്ഛനോടും അമ്മനോടും കുറേ പറയാനുണ്ടാവും. അച്ഛനാണെങ്കിൽ ഈ വർത്താനം കേട്ട് കുത്തിരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അച്ഛന് കുറേ പറയാനുണ്ടാവും. അച്ഛന് പറഞ്ഞാലും തീരാത്ത വിശേഷം ഉണ്ടാവും. എന്ത് പണി ഇപ്പം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അച്ഛൻ പറയാം അതൊക്കെ അവിടെ നിന്നോട്ടെ, കുറച്ച് നേരം വർത്താനം പറയാൻ വന്നിരിക്കും എന്ന് പറയും. ഫുഡ് വരെ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും വാങ്ങുക. ഫുഡ് വെക്കണ്ട, ഇവിടെ വന്നിരിക്കും ഇതിങ്ങനെ പറയും. അങ്ങനെ എന്തായാലും അച്ഛൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ കേട്ട് ഞങ്ങളെല്ലാവരും കൂടി രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇതാ പിറ്റേന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങൾ. ഇപ്പോൾ ഇത് ഒരു ദിവസത്തെ വ്ളോഗല്ല കേട്ടോ, ഞാൻ 3 ദിവസത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് അത് ഒരുമിച്ച് അങ്ങോട്ട് ഇടുകയാണ്. ഇന്നത്തെ അജണ്ടയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മിഠായിത്തെരുവ് ഒന്ന് പോയി തെണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ അച്ഛനെയും അമ്മേനെയും ഒന്ന് സോപ്പിടണമല്ലോ. അതിന് വേണ്ടി രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് പണി അങ്ങോട്ട് ഒതുക്കി വെക്കണം. എന്നിട്ട് വേണം അനിയത്തിക്ക് എനിക്കും കൂടി സ്ഥലം വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ഇന്നലെ രാത്രി തന്നെ വന്നിട്ടോ. ഓൾ ഇന്നലെ രാത്രി കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും ഇന്ന് രാവിലെ വരുന്നതിന് പറഞ്ഞത്. പക്ഷേ കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും അനിയൻ വന്നപ്പം അനിയത്തിയും മോളും അനിയനും എല്ലാവരും കൂടി രാത്രി തന്നെ വന്ന് അങ്ങനെ ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ബട്ട് റോഡ് ബീച്ചുണ്ട്, പാർക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ തന്നെ പറഞ്ഞ് സെറ്റാക്കിയതാണ് കേട്ടോ 3 ആളും കൂടി. നന്ദൂട്ടിന് പിന്നെ വലിയൊരു എന്താ പറയുക ഉഷാറില്ല. ഓന് ആ ഒരു കളിക്കേണ്ട പ്രായം അങ്ങോട്ട് കഴിഞ്ഞല്ലോ. പക്ഷെ എന്നാലും എന്താ പോവാൻ എന്നെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നത്. അപ്പോൾ ശിഖമോളും ആശിമോളാണ് എന്തായാലും വിളിക്കണം, മറന്നവരുത് എന്തായാലും വിളിക്കണം, അലാറം വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് മക്കളെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും കളിച്ച് കഴിഞ്ഞാൽ വന്നിട്ട് കുളിക്കണമല്ലോ. അപ്പോൾ അത് ഓരും കൊണ്ട് ഇവിടെ ബട്ട് റോഡ് പാർക്കിലേക്ക് വന്നതാണ്. ഇവിടുത്തെ മോർണിംഗ് വൈബ് അടിപൊളിയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ തിരക്കും കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആവും. പക്ഷേ ഈ ഒരു മോർണിംഗ് സമയത്ത് ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എല്ലാവരും ഇതുപോലെ എക്സസൈസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സ്കേറ്റിംഗ് കളിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മൾ കാണുകയാണ് രാവിലത്തെ സമയത്ത് തന്നെ. അപ്പം നമുക്കും ആ ഒരു ഉഷാറ് കിട്ടണ പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. പിന്നെ അത് അവിടുന്ന് കുറേ കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരു 1/4 മണിക്കൂർ നിന്നിട്ടുണ്ടാവും അവിടെ. മക്കളെ പിന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയേണ്ടല്ല കാര്യം. അവിടുന്ന് കൂടി പിടിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് തന്നെയാണ്.
അങ്ങനെ ഇതാ ഒരു വിധത്തിൽ രണ്ടാളെയും പറഞ്ഞ് സോപ്പിട്ട് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ചിരിക്കണം. വീട്ടിലെത്തിയപാട് പിന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയും കൊണ്ട് വന്നപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് അച്ഛൻ സാമ്പാറൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അപ്പം ഞാൻ വേഗം ചമ്മന്തി ഉണ്ടാക്കി, അനിയത്തി വേഗത ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങളെ ചായ കൂടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നിക്കപ്പുറത്തില്ല, എങ്ങനെയെങ്കിലും മിഠായിത്തെരുവിൽ എത്തിയാൽ മതി എന്നുള്ള മൈൻഡേന് ഇട്ടാം. അങ്ങനെ പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മേനൊക്കെ വേഗം സോപ്പിട്ട് അങ്ങോട്ട് ഇറങ്ങി. വെയിലായാലും പിന്നെ പോകാൻ കഴിയില്ല, ക്ഷീണാവും അതാവും ഇതാവും എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കണം. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു തിരക്ക് കുറവുണ്ടാവും കേട്ടോ. ഉച്ചയ്ക്കായി പിന്നെ വൈകുന്നേരം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും രാവിലെ തന്നെ അങ്ങോട്ട് പോരാന്ന് വിചാരിച്ച്. ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട് പോകാൻ കുറച്ച് പാടാണ്. സമയം പോണത് മനസ്സിലാവില്ല ഇവിടെ ഓരോ ഷോപ്പിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ഇതാ ടോപ്പ് മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനോഗ്രേഷൻ ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് അറിയില്ല, നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ. 249 ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച ടോപ്പ് മൊത്തം ഉള്ളത്. പിന്നെ ഇത് 2 പീസ് സെറ്റാണ്, 349 തോന്നുന്നു കേട്ടോ റേറ്റ് വരുന്നത്. ഇത് 2 പീസാണ്, പാൻറ്റും ഉണ്ടാവും ടോപ്പും ഉണ്ടാവും. മറ്റേത് ടോപ്പ് മാത്രം 249 250 റുപ്യക്ക്. അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല വെറൈറ്റി കളറും കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പം ഡെയിലി ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാം. 340 അതിന് 2 പീസ് സെറ്റിന്. പിന്നെ 3 പീസ് സെറ്റ് വരുന്നതുണ്ട്. ഇതിപ്പം 3 പീസ് സെറ്റാണ്. ഷോൾ ഉണ്ടാവും, പാൻറ് ഉണ്ടാവും. അപ്പോൾ ഷോൾ ഇല്ലാണ്ട് ഇടാത്ത ആൾക്കാരുണ്ടാവും. എന്തൊക്കെയാണ് പറയണത്, ഷോള് വേണം ചില ആൾക്കാർക്ക്, ഷോള് ഇല്ലെങ്കിൽ ഇടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് 3 പീസിൻ്റെ സെറ്റും അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ കണ്ടോ 980 നല്ല പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ, വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും നല്ല. നമുക്ക് കയ്യിൽ തൊടുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ക്വാളിറ്റി. 99 റുപ്യേൻ്റെ ടീഷർട്ടാണ് കേട്ടോ, അടിപൊളിയാണ്, നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് വെസ്റ്റേൺ വെയേഴ്സ് ആയിട്ടുള്ള ടോപ്പും കാര്യങ്ങളും, കഫ്താന്, അങ്ങനത്തെ വെസ്റ്റേൺ വെയറിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നല്ല അടിപൊളിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് എന്തായാലും ആ ഒരു ഷോപ്പിലെ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് 3 പീസ് സെറ്റായിട്ടാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഷോളിന് കുറച്ചൊരു നീളം കുറവ്, ഓള് കുറച്ച് ഹൈറ്റുള്ള ആളാണല്ലോ, അപ്പോൾ അത് നീളം കുറവായതുകൊണ്ട് എടുത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ടീഷർട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മളെ നേരെ ചൈന മാർക്കറ്റ് ഉണ്ടല്ലോ മിഠായിത്തെരുവിൽ, ഫാൻസികളെ ഒരു മായാലോകമാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങോട്ടാണ് പിന്നെ കയറിയത്. ഇങ്ങനെ അല്ലറ ചില്ലറ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടേനി, കുട്ടികൾക്ക് ക്ലിപ്പ്, അതുപോലെ തന്നെ മുല്ലപ്പൂവിൻ്റെ ബണ്ണ് പോലത്തെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങാനുണ്ടേനി. അങ്ങനെ അതൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വാങ്ങി. പിന്നെ മേക്കപ്പിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എത്രത്തോളം ക്വാളിറ്റിയുള്ള സാധനം ആയിരിക്കും എന്നുള്ളത് സംശയമാണ്. ചിലപ്പം കോപ്പിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അല്ലാണ്ട് ഇത്ര വില കുറവിൽ എന്തായാലും കൊടുക്കാനാവില്ല ബ്രാൻഡഡ് സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ലിപ്സ്റ്റിക്കിൻ്റെ പല ഷെയ്ഡുണ്ട്. പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ലിപ് ഗ്ലോസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് സെറ്റ്, ഒരു മിനി മേക്കപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തതൊക്കെ ഉണ്ട്. ഒക്കെ വില കുറവാണ് കേട്ടോ. അപ്പോൾ ഈ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല. ബാക്കി നമ്മൾ ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, കൊടുക്കുന്ന പൈസക്ക് എന്തായാലും വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങണത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നേരെ വിട്ടത് മെയിനായിട്ട് മിഠായിത്തെരുവിൽ വന്നത് വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ജോലിയൊക്കെ കിട്ടി, അപ്പോൾ എന്തായാലും ഒരു വാച്ചൊക്കെ കെട്ടി സ്റ്റൈലാക്കി പോകാമല്ലോ. അപ്പോൾ എനിക്ക് വാച്ച് കെട്ടുന്നത് വലിയൊരു ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ ബാഗിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കാൻ ഫോൺ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു വാച്ച് എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതേനി മിഠായിത്തെരുവിലേക്ക്. ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി, വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. വാച്ച് ലാസ്റ്റാണ് വാങ്ങിയത്. അങ്ങനെ എന്തായാലും നമ്മൾ വാച്ചൊക്കെ വാങ്ങി. ഈ ബ്ലാക്ക് കളർ വാച്ചില്ലേ, ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. 250 റുപ്യ ആയിട്ടുള്ളൂ. സംഗതി എന്തായാലും നല്ല ലുക്ക് ഉണ്ട് സംഭവം. അപ്പോൾ എന്തായാലും അത് ഞാൻ സെലക്ട് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ പോയത് ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തൊരു ഏച്ചി വീട്ടിൽ നിന്ന് തന്നെ നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുത്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ സ്ഥിരം ഞങ്ങൾ അവിടുത്തെ കസ്റ്റമറാണ്. അപ്പോൾ എന്തായാലും ഞാനും അനിയത്തി കൂടി ഒന്ന് പിരിയൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്ത് പിന്നെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഫേഷ്യൽ ചെയ്യുന്നില്ല, ഒന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് നിശ്ചയിക്കല്ലേ, അടിച്ച് പൊളിക്കണ്ടേ.
അപ്പോൾ അങ്ങനെ ഒരു ക്ലീനപ്പൊക്കെ കഴിഞ്ഞ് ത്രെഡിങ്ങൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഫുൾ തലവേദനയായിരിക്കും. രാത്രി ആ ഒരു ഉച്ചക്കത്തെ നട്ടപ്ര വെയിൽ കൊണ്ടുവരികയല്ലേ, പിന്നെ കിടന്നുറങ്ങൽ എൻ്റെ പരിപാടി. അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് പരിപാടിക്ക് പോകേണ്ട, നിശ്ചയത്തിന് പോകേണ്ട ദിവസമാണ്. രാവിലെ തന്നെ അവിടെ എത്തണം, 6:30 അവിടെ എത്തണം എന്ന് പറഞ്ഞു കേട്ടോ. വണ്ടി 6:30 എത്തും. പാലക്കാട് വരെ എത്തണ്ടേ. പിന്നെ വളയിടലും മോതിരമാറ്റും ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മുഹൂർത്തം ഉണ്ടാവില്ല, അപ്പോൾ അതിന് കറക്റ്റായിട്ട് എത്തണമല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ 4:30 എണീറ്റ് അച്ഛൻ പിന്നെ ഇവിടെ സ്ഥിരം 4:30 എണീക്കണതാണല്ലോ. അച്ഛൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് അവർക്ക് പിന്നെ ഇതൊരു പുത്തരിയില്ല 4:30 എണീക്കാൻ തന്നെ. നമുക്ക് ഭയങ്കര കാര്യമായിരിക്കും 4:30 എന്ന് പറഞ്ഞ് 4:30 എണീക്കണ ആ ഒരു സമയം പറയുമ്പോൾ. അങ്ങനെ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ജഗ പുക തിരക്കേനിട്ടോ. ഈ ശിഖമോളി ആശുമോളിയൊക്കെ എണീപ്പിച്ച് ഒരൊക്കെ മാറ്റി പിടിച്ച് പോകണ്ടേ. അങ്ങനെ പിന്നെ അവിടെ എത്തി. പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അവിടെ എത്തി വണ്ടി കയറി ബസ്സിൽ ഇരുന്നപ്പോഴാണ് ഒന്ന് ശ്വാസം വിട്ടത്. വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഡാൻസും ആ ഒരു വൈബ് ഉണ്ടല്ലോ അതങ്ങോട്ട് സ്റ്റാർട്ടായി. പിന്നെ നമ്മൾ പിന്നെ തള്ള വൈബ് ആയിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കുത്തിരുന്നത് തന്നെ. പിന്നെ വിചാരിച്ച് ഇത് ആരെ കാണിക്കാൻ അങ്ങനെ അടങ്ങി കുത്തിരിക്കണേ, അങ്ങോട്ട് ഇറങ്ങി തന്നെ. അങ്ങനെ പിന്നെ പാട്ടിൻ്റെ ആ ഒരു ഉഷാറിൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങി കളി തന്നെ. പിന്നെ പാലക്കാടിൻ്റെ ആ ഒരു ഭംഗി പറയേണ്ട സംഗതിയാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് നിന്ന് ആരെങ്കിലും കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അടിപൊളി സ്ഥലങ്ങളാണ്. ഏത് മുക്കുമൂല നോക്കിയാലും ഇതുപോലെ സൂപ്പറായിട്ടുള്ള എന്താ പറയുക, നമ്മളെ കണ്ണിന് കുളിർമ നൽകാന്നൊക്കെ പറയില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ് എന്താവും സാഹിത്യത്തിലേക്ക് വഴുതി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഗതി എന്തായാലും അടിപൊളിയാണ്. പാലക്കാട് സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട്. അനിയൻ്റെ നിശ്ചയത്തിന് ഞങ്ങൾ പെങ്ങന്മാരും അളിയന്മാരും മക്കളും എല്ലാവരും കൂടി ഒരു ഡ്രസ് കോഡ് ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ് കോഡിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ക് ഞാനിവിടെ കൊടുക്കേ. കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു 12:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വളയിടലും മോതിരമാറ്റമൊക്കെ ഉള്ളതുകൊണ്ട് അതിന് മുഹൂർത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അത് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് മുമ്പേ കാരണവന്മാരെല്ലാവരും കൂടി പെണ്ണിൻ്റെ സൈഡിൽ നിന്നും ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കൂടി ഒന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ വന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരമാറ്റമൊക്കെ കഴിഞ്ഞ് എൻഗേജ്ഡായി രണ്ടാളും. ഇനിയിപ്പം പെങ്ങൾ വളയിടുന്ന ആ ഒരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഓരോ പാടായി. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. ഒന്നാമത് കുറേ യാത്ര ചെയ്ത് വന്നതല്ലേ, അപ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഇലയിലേക്ക് ഓരോരോ സംഗതികളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി പലവിധം എന്ന് പറഞ്ഞ പോലെ, ബിരിയാണികൾ പലവിധം എന്ന് പറയുന്ന പോലെ തന്നെ ദം ബിരിയാണി, തലശ്ശേരി ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, അതുപോലെ പാലക്കാട് ബിരിയാണിയും കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി എന്തായാലും. പിന്നെ ഞങ്ങളെ ഫാമിലിയിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലാവരും ഓരോരോ ജില്ലകളിലാണ് ഉള്ളത്. മാമൻ്റെ മോള് മൂത്ത ചേച്ചി തിരുവനന്തപുരത്തേക്കാണ് കല്യാണം കഴിച്ചത്. രണ്ടാമത്തെ ചേച്ചിന് തൃശ്ശൂർ, ഗുരുവായൂർ ആ ഭാഗത്തേക്കാണ് കല്യാണം കഴിച്ചത്. ഞാനിതവിടെ വടകര, കുറച്ച് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും വടകര ഈ ഭാഗത്തേക്കാണുള്ളത്. കണ്ണൂർ ആ ഭാഗം ടച്ച് ചെയ്തിട്ടുള്ള ഭാഗമാണല്ലോ. പിന്നെ വലിയ മാമൻ്റെ മോയെ ഏട്ടൻ കല്യാണം കഴിച്ചത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഇനിയിപ്പോൾ പാലക്കാട് നമുക്കൊരു സംബന്ധമായി. അനിയൻ പാലക്കാട് നിന്ന് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഏട്ടനും കൂടി ഉണ്ട്. ഏട്ടൻ വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് ഇപ്പോൾ വയനാടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പൂർത്തിയായി സംഗതി. അങ്ങനെ ഭക്ഷണമൊക്കെ തട്ടി പിന്നെ അതിൻ്റെ ക്ഷീണത്തിൽ ഇനി കുറച്ച് സമയം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഇനി വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഫോട്ടോ എടുക്കൽ പരിപാടി തന്നെ. അപ്പോൾ അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും അടങ്ങുന്ന കുറച്ച് ഫോട്ടോ എൻ്റെ കൈ കിട്ടി കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഷെയർ ചെയ്തത്.
പിന്നെ തിരിച്ച് ഞങ്ങളിങ്ങോട്ട് പോന്ന് ബസ് കയറിയപാട് മക്കളെ വക ഓരങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒന്നും അങ്ങോട്ട് ഓർമ്മയില്ല. എല്ലാവരും സീറ്റിൽ നിന്ന് ഇറങ്ങിയ ഒരു കളിയേന്. ഈ വരുമ്പോൾ അങ്ങോട്ട് ബസ് കയറി കുത്തിരുന്ന ആൾക്കാരൊന്നല്ല പോകുമ്പോൾ കണ്ടത്. അങ്ങനെ കുറേ ദിവസം കാത്തിരുന്ന ഞങ്ങളെ നിശ്ചയത്തിൻ്റെ പരിപാടിയും ഇവിടെ സമാപൻ. അപ്പം അങ്ങനെ അതെന്തായാലും നല്ല സന്തോഷത്തോടെ അതും അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പം പിന്നെ ഈ കല്യാണത്തിനുള്ള ബാക്കി പരിപാടികൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വ്ളോഗിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വർക്കിംഗ് ഡേൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.